ഗുഡ് ഈവനിംഗ് ഡേസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ 4 ദിവസം നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എയർടെല്ലും L&Tയും ഡിക്സൺ ടെക്കും തുടങ്ങിയ കമ്പനീസിന്റെ പിൻബലത്തോടെ സെൻസെക്സ് ഇന്ന് 74,609 സെൻസെക്സിന്റെ സ്പോട്ട് ഉള്ളത്. നിഫ്റ്റി ഫ്ലാറ്റ് 33 പോയിന്റ് പ്ലസിൽ ക്ലോസ് ചെയ്തു. 23,413 23,400 മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് കിട്ടി. കൂടാതെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്ന് നെഗറ്റീവായിരുന്നു. ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഫോളോ ചെയ്തു. നിഫ്റ്റി ഇന്ന് നെഗറ്റീവായിരുന്നു. എന്നാൽ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പോസിറ്റീവായിട്ട് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ റുപ്പീസ് ഫോളായി 95.80 എന്ന നിലയിലാണ് US ഡോളറിനെതിരെ. കൂടാതെ തന്നെ യുഎസിലെ ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 12 മന്ത് ഹൈ ആണ്. ഇന്നലെ യുഎസിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഹൈ ആണ്. ഇറാൻ US വാറുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും തന്നെ വന്നിട്ടില്ല. ട്രംപ് അൺഅക്സെപ്റ്റഡ് ആയ ഒരു ഡീലാണ് എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ആക്രമണമായിരിക്കാം ഇപ്പോൾ US ഒക്കെ പദ്ധതി ഇടുന്നത്. IT ഇൻഡെക്സ് ഇന്നലെ ഓപ്പൺ AI പുതിയ ഒരു പ്ലഗിൻ അവർ ലോഞ്ച് ചെയ്തു. നിലവിലുള്ള ഹ്യൂജ് ജയൻറ്റ് കമ്പനികൾക്ക് അവരുടെ ബിസിനസ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ IT സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ തുടരുകയാണ്. ഡിക്സൺ ടെക്ക് എനിക്ക് തോന്നുന്നു ഡിക്സൺ ടെക്കിൽ തന്നെ സീവിയർ സെല്ലിംഗ് പ്രഷറിൽ ഉണ്ടായി. 12,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ ഡിക്സൺ ടെക്ക് ഏകദേശം ഇന്ന് ഒരു 10% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. വിവോ ആയിട്ട് ഡിക്സൺ ടെക്ക് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. എംടാടെക്കും കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് കമ്പനി ഉയർത്തി. എംടാടെക്കും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ മെറ്റൽ സ്റ്റോക്കുകൾക്ക് ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. ജ്വല്ലറി സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഹിന്ദുസ്ഥാൻ സിങ്ക് പോലുള്ള സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് അവർക്ക് ഇന്ന് ഗുണകരമായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ന്യൂസ് കണ്ടതായിരുന്നു. സർക്കാർ ഈ ഒരു ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് റോയൽറ്റി ഫീസ് കുറച്ചു. ഇത് ഇവരുടെ ഈ കമ്പനികൾ സർക്കാരിലേക്ക് കൊടുക്കേണ്ട ഫീസാണ് ഈ റോയൽറ്റി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത് ഗുണകരമാകും. അപ്പോൾ നമ്മളെ ഈ ഡൊമസ്റ്റിക് ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം. രണ്ടാമത് ഗോൾഡ് പുറമേ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുക. ആളുകളുടെ പർച്ചേസിങ് പവർ ഗോൾഡിലേക്ക് പോകുക. അല്ലെങ്കിൽ ഈവൻ പെട്രോളും ഇനി എനിക്ക് തോന്നുന്നു വരും നാളുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു പേപ്പറിൽ, അത് കൺഫേം ആവുന്നതെന്നറിയില്ല, ഒരാൾക്ക് വാങ്ങാൻ പറ്റുന്ന പെട്രോളിൻ്റെ അറ്റ് എ ടൈം അത് കുറയ്ക്കാനായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ ഉപഭോഗം ആളുകൾക്ക് ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള പർച്ചേസിങ് കപ്പാസിറ്റിയാണ് ഉള്ളത്. സാലറി കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പർച്ചേസിങ് കപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കാരണം യുദ്ധം എത്ര നാൾ പോകുമെന്ന് അറിയില്ല. PM മോഡിയുടെ എല്ലാം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരുന്നു. ഐഡിയ സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇവരുടെ ഫണ്ട് റൈസിംഗ് പ്രപ്പോസൽ കമ്പനി അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് ന്യൂസ്. കൂടാതെ തന്നെ നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും ഏഷ്യൻ പെയിൻറ്റ്, അദാനി എൻ്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ, ഹിൻഡൽകോ, അദാനി പോർട്ട് സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഐഷർ മോട്ടോഴ്സ്, M&M, പവർ ഗ്രിഡും, ഇൻഫോസിസും, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്മാക്കോ റെയിൽ ഇന്ന് 445 കോടി രൂപയുടെ റെയിൽവേ ഓർഡർ കിട്ടിയിരുന്നു. കൂടാതെ കമ്പനിയുടെ Q4 45% ഇയർ ഓൺ ഇയർ സ്പൈക്ക് ചെയ്ത് സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. HPCL നെറ്റ് പ്രോഫിറ്റ് 46% ഉയർന്നിരുന്നു. കൂടാതെ തന്നെ എയർടെലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. എയർടെലായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് 4G 5G സബ്സ്ക്രിപ്ഷൻ അഡീഷൻ ശക്തമായിട്ട് തുടരുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് ബിസിനസ് അവർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ന്യൂസുകൾ. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,696, സിൽവർ 87, ബിറ്റ്കോയിൻ 80,000, ബ്രന്റ് ഓയിൽ 108 കടന്നു, നാച്ചുറൽ ഗ്യാസ് 2.8. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ ഡാക്സ്, CAC 40, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളുടെ നെഗറ്റീവിലായിരുന്നില്ല, പോസിറ്റീവായിട്ടായിരുന്നു ക്ലോസ് നടത്തിയിട്ടുള്ളത്. അതായത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നടക്കുമ്പോഴും ഇസ്രായേൽ മാർക്കറ്റ്, ടെൽ അവീവ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈ ആണ്, ഓൾ ടൈം ഹൈ ആണ്, നാസ്ഡാക്ക് ഓൾ ടൈം ഹൈ ആണ്. നിഫ്റ്റി മാത്രമാണ് ശക്തമായ രീതിയിൽ ഇടിവ് തുടരുന്നത്. എന്നാൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുമ്പോൾ കുറച്ചൊരു പോസിറ്റിവിറ്റി ഉണ്ട്, കണ്ടുവരാം. 23,500 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 23,000 എല്ലാം തന്നെ മേജർ സപ്പോർട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പുട്ട് സൈഡിൽ കൂടുതൽ റെഡ് കളറാണ് പുട്ട് സൈഡ് അഡീഷൻ. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. പുട്ട് കോൾ റേഷ്യോ 0.85 എന്ന നിലയിലാണ്.
ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, അതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാ കോഴ്സും ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവ് പഠിക്കാം, കോഴിക്കോടും പഠിക്കാം, നമ്മുടെ കൊച്ചിയിലും പഠിക്കാം. ഇനി ഇവിടെ 2 സ്ഥലത്തും വരാത്ത ആളുകൾക്ക് ഓൺലൈനും പഠിക്കാം. ഫസ്റ്റ് കമ്പനി നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം, ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. സ്റ്റോക്കിൻ്റെ ന്യൂസിൽ ലോയിഡ് എഞ്ചിനീയറിംഗ് ഇവരുടെ കമ്മീഷൻ ഓഫ് ഇന്ത്യ ലോയിഡ് എഞ്ചിനീയറിംഗ് വർക്ക്സിനെയും ലോയിഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും മെർജർ അപ്രൂവ് ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 5% റാലി രേഖപ്പെടുത്തി. ജിയോ ഫിനാൻസ് ഇവർ ജിയോ അലയൻസ് ജനറൽ ഇൻഷുറൻസ് ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. പാരാസ് ഡിഫൻസ് 19 നിന്ന് 34 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഷർദ കോർപ്പ് 204 നിന്ന് 320 പ്രോഫിറ്റ് ഉയർത്തി. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് 46 നിന്ന് 85 പ്രോഫിറ്റ് ഉയർത്തി. CRലാണ് കേട്ടോ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ അവർ 5100 നിന്ന് 6320 പ്രോഫിറ്റ് ഉയർത്തി. അദാനി എൻ്റർപ്രൈസസ് ഇവർ ഊബറായിട്ട് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ്. TVS മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്നു. സിപ്ല നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട്, എന്നാൽ റവന്യൂ ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് അവർ 1220 നിന്ന് 550 പ്രോഫിറ്റ് ഒന്ന് കുറഞ്ഞു. HPCL നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്നു. L&Tക്ക് ഒരു മേജർ ഓർഡർ കിട്ടി, 1000 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് ന്യൂസ് കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദിവസവും നമുക്ക് ന്യൂസ് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് മറ്റുള്ള ആക്ടിവിറ്റീസിനെ ബാധിക്കും. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് സ്പീഡ് കൂടിപ്പോയി എന്നറിയാം. നാളെ കാണാം. താങ്ക് യു ഓൾ.